എന്തുകൊണ്ട് ദാമ്പത്യം വിരസമാകുന്നു? മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം. വിവാഹത്തിലൂടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ടുപേർ ഇരുമെയ്യും ഒരു മനസ്സുമായി മാറുന്നു. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കകാലം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കടന്നുപോകും. എന്നാൽ തിരക്കുകളുടെ ഈ ലോകത്ത് കാലം ചെല്ലുന്തോറും ജീവിതത്തിലെ സന്തോഷവും പരസ്പര പരിഗണനകളും കുറഞ്ഞു വരും. ജോലി തിരക്കുകൾ, ബാധ്യതകൾ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞു തുടങ്ങുന്നു. കേരളം വിവാഹമോചനങ്ങളുടെ തലസ്ഥാനമാകുകയാണെന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നതാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ദാമ്പത്യ കലഹങ്ങളും തുടർന്നുണ്ടാകുന്ന വിവാഹമോചനങ്ങളും. മുൻ തലമുറയിൽ വിവാഹമോചനം വിരളമായിരുന്നു. എന്നാൽ പുതുതലമുറ ദാമ്പത്യ ബന്ധങ്ങളെ അതീവ ലാഘവത്തോടെയാണ് സമീപിക്കുന്നത്. ഏതു ചെറിയ ജോലിക്കും പരിശീലനം ആവശ്യമാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന യുവതീ യുവാക്കൾക്ക് ശരിയായ പരിശീലനമൊന്നും ലഭിക്കുന്നുമില്ല. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പവിത്രമായ ബന്ധം ശിഥിലമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ പരിശീലനം മുൻകൂട്ടി ലഭിച്ചാൽ ഇന്ന് കാണുന്ന വിവാഹമോചനങ്ങളിൽ നല്ലൊരു പങ്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അപ്പോൾ പ്രിയപ്പെട്ട പങ്കാളിയിൽ നിന്നും അതൊന്നും കിട്ടാതെ വന്നാലോ? ഒരു വീടിനുള്ളിൽ താമസിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാതെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ സാധിക്കാതെ പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മാതൃക ദമ്പതികൾ എന്ന് വിളിക്കുന്ന മിക്കവരുടെയും അവസ്ഥ ഇതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കാനിടയുള്ള പ്രധാന കാരണങ്ങളിൽ ചിലത് ഇവയാണ്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയില്ലായ്മ. പങ്കാളിയെ ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഒരാൾ മാത്രം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയും മറ്റേയാൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതെയും വന്നാൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവാത്തത്. കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ മറ്റു ഉത്തരവാദിത്വങ്ങളും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂട്ടുത്തരവാദിത്തമായി കണക്കാക്കി മുന്നോട്ടു പോകുന്ന കുടുംബങ്ങളിൽ വഴക്കുകളും പ്രശ്നങ്ങളും കുറവായിരിക്കും. ഒരാളുടെ മേൽ എല്ലാ ഉത്തരവാദിത്വവും വരുന്ന സാഹചര്യം ആ വ്യക്തിയിൽ വലിയ മാനസിക സംഘർഷത്തിന് ഇടയാക്കും. അവഗണന. പങ്കാളിയിൽ നിന്നും അംഗീകാരവും സ്നേഹവും എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ പങ്കാളിയെ മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതി ചിലർക്കുണ്ട്. ഇത് ഒരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും അസംതൃപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. എപ്പോഴും കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം മാത്രം കേൾക്കേണ്ടി വരുമ്പോൾ അത് മാനസികമായ അകൽച്ചയ്ക്ക് കാരണമാകും. വിരസത. വർഷങ്ങളോളം ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദാമ്പത്യത്തിൽ വിരസത തോന്നുന്ന അവസ്ഥയുണ്ടാകാം. ജീവിതത്തിലെ തിരക്കുകളും കുട്ടികളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിനിടയിലും അല്പസമയം ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഭാര്യ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തേണ്ടത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് അനിവാര്യമാണ്. ഇടയ്ക്കൊക്കെ ഒരുമിച്ചുള്ള യാത്രകൾ ഉണർവ് നൽകുകയും വിരസത അകറ്റുകയും ചെയ്യും. പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ രണ്ടുപേരും രണ്ടഭിപ്രായമുള്ളവരായിരിക്കും. ഇത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുകയാണ് വേണ്ടത്. പലപ്പോഴും പങ്കാളിയെ അറിയിക്കാതെ പണം ചിലവഴിക്കുകയും നഷ്ടങ്ങൾ സംഭവിക്കുകയും പിന്നീടത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ സ്നേഹഭാഷ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് പ്രയോജനകരമാണ്, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ. കാരണം ഒരു വ്യക്തി സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കാൻ ഈ സ്നേഹഭാഷ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും പങ്കാളിയെ സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെ പങ്കാളി തിരിച്ചു സ്നേഹിക്കുന്നതും അവരുടേതായ രീതിയിലാകും. ഇതെല്ലാ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. പങ്കാളികൾ പരസ്പരം അവരുടെ സ്നേഹഭാഷകൾ അറിഞ്ഞിരുന്നാൽ അവരുടേതായ രീതിയിൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഡോക്ടർ ഗാരി ചാപ്മാൻ 5 സ്നേഹഭാഷകളാണ് പറയുന്നത്. ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എളുപ്പ വഴികളാണ് ഈ 5 സ്നേഹഭാഷകൾ. സ്നേഹം വാക്കുകളിൽ പ്രകടിപ്പിക്കുക, ശാരീരിക സ്പർശനം, സമയം ചെലവഴിക്കുക, സമ്മാനങ്ങൾ നൽകുക, പരസ്പരം സഹായിക്കുക. സ്നേഹം വാക്കുകളിൽ പ്രകടിപ്പിക്കുക. ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അവരെ സ്നേഹിക്കണം. മനസ്സിലുള്ള സ്നേഹം നിങ്ങളുടേതായ ഭാഷയിൽ തുറന്നു പറഞ്ഞ് പ്രകടിപ്പിക്കുക.
ശാരീരിക സ്പർശനം. സ്നേഹത്തോടെയുള്ള സ്പർശനങ്ങൾ പലപ്പോഴും വൈകാരിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ്. സ്നേഹത്തോടെയുള്ള സ്പർശനം ബന്ധങ്ങളിൽ മാജിക് സൃഷ്ടിക്കും. സമയം ചെലവഴിക്കുക. നമുക്കറിയാം, പഴയ കാലമല്ല ഇന്ന്. ഭാര്യയ്ക്കും ഭർത്താവിനും മിക്കവാറും ജോലി ഉണ്ടാകും. എന്ത് കാര്യത്തിനും സമയമില്ല എന്ന് പറയുന്നവരാവും അധികവും. എപ്പോഴും അടുത്തുണ്ടെങ്കിലും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പങ്കാളിയുമൊത്ത് അവർക്ക് വേണ്ടി മാത്രം അല്പസമയം ആഗ്രഹിക്കുന്നവരാകും. ഫോണും മറ്റു തിരക്കുകളും ഒക്കെ ഒഴിവാക്കി പങ്കാളിക്കായി അല്പസമയം മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നത് ശീലമാക്കുക. പരസ്പരം ശ്രദ്ധിക്കുക. പരസ്പരം കേൾക്കുകയും തുറന്ന മനസ്സോടെ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. ഒരുമിച്ചും ഭക്ഷണം കഴിക്കാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ഒന്നിച്ചു തീരുമാനിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. സമ്മാനങ്ങൾ നൽകുക. സമ്മാനങ്ങൾ കൊടുക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള നല്ല മാർഗമാണ്. നാം മറ്റൊരാളെ ഓർക്കുന്നു, പരിഗണിക്കുന്നു എന്നെല്ലാമാണ് സമ്മാനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. പങ്കാളിയെ ശരിയായി മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ നൽകുക. സമ്മാനത്തിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല, അത് തിരഞ്ഞെടുക്കാനും മറ്റുമായി നിങ്ങൾ നടത്തിയ പരിശ്രമവും അതിനായി മാറ്റിവെച്ച സമയവും പങ്കാളിയുടെ ഹൃദയം തൊടുക തന്നെ ചെയ്യും. പരസ്പരം സഹായിക്കുക. മുൻപ് സമയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ജോലിയുള്ള ദമ്പതികളാണെങ്കിൽ വീട്ടുജോലികളും പാചകവും കുട്ടികളെ പഠിപ്പിക്കലുമെല്ലാം കഴിഞ്ഞ് പരസ്പരം സ്നേഹിക്കാനും അറിയാനും സമയം തികയാതെ വന്നേക്കാം. അല്ലെങ്കിൽ മുൻഗണന മറ്റു കാര്യങ്ങൾക്കായിരിക്കും. ഭാര്യയും ഭർത്താവും പരസ്പരം ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ച് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാവുന്നതാണ്. നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും സഹായിക്കുന്നത് സ്നേഹത്തിൻ്റെ വലിയ പ്രകടനമാണ്. ശ്രദ്ധിക്കുക, എല്ലാവരും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരേ രീതിയിലായിരിക്കില്ല. അതുകൊണ്ട് ഈ 5 സ്നേഹം ഭാഷകളിൽ നിങ്ങളുടെ പങ്കാളി ഏതൊക്കെ വിഭാഗത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുക. ഈ സ്നേഹഭാഷകൾ അതിന് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹഭാഷ എന്തെന്ന് മനസ്സിലാക്കാനും ആ സ്നേഹഭാഷയിൽ അവർക്കുള്ള സ്നേഹം പകർന്നു നൽകുവാനും ശ്രമിക്കുക. ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുകയോ ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള സഹായങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാം. ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിനെ വഷളാക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. മറ്റാരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കാതെ രണ്ടുപേരും ചർച്ച ചെയ്ത് എങ്ങനെ അവരുടെ ജീവിതത്തെ സന്തോഷകരമായി മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്യാം. ഓരോരുത്തരുടെയും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകട്ടെ.